ഞാൻ ആദ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം ഈ മണിച്ചേട്ടൻ ഇപ്പോൾ പണ്ട് മുതൽ എനിക്ക് മണിച്ചേട്ടൻ അറിയാം, ഏകദേശം 95 മുതൽ അറിയാം. എന്തിങ്ങനെയാണ് ഇതെന്നെ ഇടിക്കാനാണ്. 95 മുതൽ എനിക്ക് മണിച്ചേട്ടനെ അറിയാം. കാരണം മണിച്ചേട്ടനുമായിട്ടും എനിക്ക് സ്റ്റേജിൽ വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോൾ ഒത്തിരി നാളുകൂടി മണിച്ചേട്ടനെ കാണുമ്പോൾ രാവിലെ കാല് തടവാൻ ആള്, രാവിലെ അവിടെ ഒരുപാട് പേര് മണിച്ചേട്ടന്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവിടെ കാല് തടവാൻ ആള് വന്നു. മൊത്തം നോക്കിയപ്പോ ഇപ്പൊ മൊത്തം ആള് മാറി, ഭയങ്കര സെറ്റപ്പായി വിചാരിച്ചല്ലേ. സെറ്റപ്പായി. ഇത് കൊണ്ടുപോയത് യുഗപുരുഷൻ എന്ന് പറഞ്ഞ പടാ. ഈ കാലം കൊണ്ടുപോയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ ഒരു പാടത്ത് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക കണ്ണൂര്. ഞാൻ ചാടിയപ്പോ അവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര കൈഡിയായിരുന്നു. കാലിലേക്ക് മണിച്ചോട്ടോ സൂപ്പർ എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ വേദന മുകളിലേക്ക് പൊന്തി വന്നത്. നമ്മുടെ ഈ മോൻ വന്നിട്ടാണ് ദൂരിച്ചിലും കാര്യങ്ങളും. സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞോട്ടെ, എന്നാൽ ശരി ഇനിയിപ്പോ നമ്മുടെ പ്രോഗ്രാം നടക്കുകയും ചെയ്യും, എന്റെ കാലിന്റെ വേദനയും മാറും ചെയ്യും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉഴിയുന്നത് വരെ കാണിച്ചത്, വേറെ ഒന്നും തെറ്റിയിരിക്കണ്ട. അപ്പൊ എനിക്ക് വ്യത്യാസങ്ങളൊന്നും പറ്റിയിട്ടില്ല. കാലിനൊരു വേദന ആയതുകൊണ്ടാണ്. എക്സ്റേ എടുത്തു, കുഴപ്പമൊന്നുമില്ല, ചിഹ്നലോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് ഒഴിഞ്ഞ് തന്നെ പോകണം. ആള് പറഞ്ഞ് കാലിന്റെ അടിയിലത്തെ നീര് മുകളിലേക്ക് വരണാണ്, അത് പോണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞൊഴിഞ്ഞ് തന്നെ കളയണം. അടിയിലത്തെ നീര് മോളി തന്നെ. ഇവര് സാധനം ഇങ്ങനത്തെ ആൾക്കാർ ഒഴിഞ്ഞൊഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിഴിഞ്ഞ് എടുക്കാന്ന് പറഞ്ഞ കാര്യത്തിൽ അതല്ല. പക്ഷെ ഇതൊരു സത്യസന്ധമായിട്ട് ഒരാളാണ്, നമ്മുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ മണിച്ചേട്ടൻ, ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത് കുറച്ച് പ്രേക്ഷകരുടെ പ്രതികരണം എന്തുവാണ് ചോദിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും മണിച്ചേട്ടനെ കാണുമ്പോൾ ചോദിക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ. കാരണം മണിച്ചേട്ടൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണല്ലോ, എന്തെങ്കിലും പറഞ്ഞ വാക്കുകളാണെങ്കിൽ. കാരണം ഒരുപാട് സ്റ്റേജിൽ മണിച്ചേട്ടൻ അനുഭവം ഉണ്ട്. കാരണം മണിച്ചേട്ടൻ സ്റ്റേജിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും മണിച്ചേട്ടനെ കമന്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെല്ലുവിളിക്കും, നീ സ്റ്റേജിന്റെ ബാക്കിലേക്ക് പോടാ, അങ്ങനെയൊക്കെ പറയും. നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ എന്താ മണിച്ചേട്ടൻ പെട്ടെന്ന് പ്രതികരിക്കുന്നത്? അതുപോലെ തന്നെ മണിച്ചേട്ടൻ പെട്ടെന്ന് ഇമോഷണൽ ആവുകയും ചെയ്യും, പെട്ടെന്ന് കരയും. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം മനസ്സിനകത്തൊന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. മനസ്സിനകത്തൊന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറും അതൊന്നുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നിഷ്കളങ്കമായിട്ടുള്ളൊരു പ്രകൃതത്തിന്റെ ആൾക്കാർക്കാണ് അത്തരത്തിലുള്ളൊരു ഇത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് മനസ്സ് പെട്ടെന്ന് കരയാനും ഒക്കെ പറ്റണത്. അത് എന്നെ അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റുമോ, അയ്യോ എനിക്ക് മറ്റൊരാളുടെ വിഷമം കണ്ട പെട്ടെന്ന് കരയുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരാളെ ആവശ്യമില്ലാതെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ അതിൽ ഇടപെടുന്ന ആളും ചെയ്യണം. പല ദൂഷ്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് ഒരു നല്ല മനസ്സിന്റെ അല്ല. കാരണം ഇപ്പൊ സ്റ്റേജിൽ ഒരു വലിയൊരു മാസ് ഓഡിയൻസ് ഇരിക്കും, അതിനകത്ത് ഒരാളെ വെല്ലുവിളിക്കും. മനുഷ്യൻ പേടി അങ്ങനെയുള്ള കാര്യം എന്തിനു പേടിക്കണം? മനുഷ്യൻ ജനിച്ചൊരിക്കലും മരിക്കണം. അതിപ്പോ ഞാൻ എപ്പോഴും പറഞ്ഞാൽ 2 ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ 1 അങ്ങോട്ട് ഇട്ട് കൊടുക്കും, അത് ബാങ്കിലിട്ട പോലെ ഇരിക്കും. അത് ഭൂവണ ബാങ്കാണോ ഏത് ബാങ്കാണോ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ അതിന്റെ ആവശ്യമില്ല. നമ്മൾ തല്ലു പിടിക്കാൻ നടക്കുന്ന ആളല്ലല്ലോ. നല്ല മനസ്സായതുകൊണ്ട് അവരായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇപ്പൊ മിക്ക ആൾക്കാർ ചില സ്റ്റേജിലൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാർ വെള്ളടിച്ചിട്ടൊക്കെ പറയാം മറ്റേ പാട്ട് പാടാൻ. അപ്പൊ ഞാൻ അത് പറഞ്ഞ നീ വളർന്നുള്ള ചാത്ത സാധനം അടിച്ചിട്ട് മറ്റേ പാട്ടാ. അങ്ങനെ നമ്മൾ ഒരു സന്തോഷമാണ്. കഴിഞ്ഞൊരു ദിവസം കൊല്ലത്തൊരു സ്റ്റേജിൽ മണിച്ചേട്ടൻ പറഞ്ഞു, വേലായുധ നിന്നെ കാല് വെച്ച് പറഞ്ഞല്ലേ, അന്നുണ്ടായില്ലേ? അന്നേ ഉണ്ടായത്. അത് നല്ലൊരു വേലായുധനായിരുന്നല്ലേ, ഒരു രക്ഷയില്ലാത്ത വേലായുധ.